നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സുഖമായിരിക്കണം. ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും എന്നും എപ്പോഴും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഈ ലോകത്ത് ജീവിക്കാൻ എല്ലാവർക്കും വേണ്ടി എന്നും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇന്ന് ഞാൻ അർജുനെ കുറിച്ച് കുറച്ച് കാര്യം സംസാരിക്കാനാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. കാര്യം അർജുൻ ആരാണെന്ന് പോലും ആർക്കും അറിയില്ല. കേരളത്തിലായിരുന്നാലും അയൽവാസികൾക്ക് പോലും ചിലപ്പോൾ അറിയത്തില്ലായിരിക്കാം. പക്ഷേ ഇപ്പോൾ അവൻ കേരളം എല്ലാവരുടെ മനസ്സിലും ഒരു നല്ലൊരു സഹോദരനായിട്ടും നല്ലൊരു മകനായിട്ടും നല്ലൊരു കൂടപ്പുറപ്പായിട്ടും ആ മകൻ എല്ലാവരുടെ മനസ്സിലും മാറിക്കഴിഞ്ഞിരിക്കുന്ന കാര്യം. ആ മകനെ കാണാതെയായിട്ട് ഇന്ന് 11ാം ദിവസമാണ്. ഓരോ വീഡിയോസും ഞാൻ കാണാറുണ്ട്. ഓരോ വീഡിയോസിലും കമൻസുകൾ ഞാൻ വായിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ആരാണ് ഈ അർജുൻ? എനിക്ക് തന്നെ അതിശയം തോന്നുന്നു. കാര്യം എൻ്റെ കണ്ണൊരുപാട് പ്രാവശ്യം കണ്ണിന്ന് വെള്ളം വന്ന് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. കാര്യം എനിക്കറിയില്ല എന്താണെന്നുള്ളത്. അത്ര വിഷമമാണ് എനിക്ക് തോന്നിയത്. നമ്മളാരും കണ്ടിട്ടില്ലാത്ത അർജുന ഇപ്പം എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാക്കി മാറണമെന്നുണ്ടെങ്കിൽ ആ മകൻ അത്രത്തോളം ആ കുടുംബത്തിനെ സ്നേഹിച്ചിരിക്കണം. ആ കുടുംബത്തിനെ തലയിൽ ചുമന്നുകൊണ്ട് നടന്നിരിക്കണം. അത്ര ഒരു റെസ്പെക്റ്റും ബഹുമാനവും ഒരമ്മയ്ക്ക് മകനായിട്ടും നല്ലൊരു വൈഫിനൊരു ഹസ്ബൻഡായിട്ടും നല്ലൊരു കുഞ്ഞിൻ്റെ അച്ഛനായിട്ടും കുടുംബനാഥനായിട്ടും എല്ലാവർക്കും ഈ ലോകത്തിൽ കാണിച്ചു കൊടുത്ത് ആ മകൻ്റെ ഈ ഒരു ഇൻസിഡൻറ്റിൽ ആ മകനെ അറിയാത്ത ആരുമില്ല. ഈ സഹോദരൻ, അർജുനൻ്റെ സഹോദരൻ എവിടെയുണ്ടെങ്കിലും അർജുൻ, നീ എൻ്റെ ഒരു സഹോദരനായിട്ടോ അല്ലെങ്കിൽ ഒരു മകനായിട്ടോ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. നീ ജീവനോടെ എവിടെയോ ഉണ്ട് എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. കാര്യം നീ മരിക്കാത്തൊരു മനുഷ്യനായിട്ട്, മരിച്ചിട്ടില്ലാത്തൊരു മനുഷ്യനായിട്ട്, മരിച്ചില്ലാത്തൊരു മകനായിട്ട്, മരിക്കാത്ത ഒരു സഹോദരനായിട്ട് നീ ലോകത്ത് എവിടെയോ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൽ നിനക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കും. നീ ജീവനോടെ തിരിച്ചു വരണേ എന്ന്. കണ്ടിട്ടില്ലെങ്കിലും കേട്ടിട്ടില്ലെങ്കിലും എല്ലാവരുടെ ഹൃദയങ്ങളിലും നീ അർജുൻ എന്ന മകനായിട്ടും സഹോദരനായിട്ടും കളിക്കൂട്ടുകാരനായിട്ടും കുഞ്ഞുമക്കളുടെ മനസ്സുകളിൽ പോലും നീ എന്ന വ്യക്തി ആരാണെന്ന് പോലും അറിയാത്ത എല്ലാവരുടെ മനസ്സിലും സ്ഥാനം പിടിച്ച് എല്ലാവരെയും കരയിപ്പിച്ച, കേരളം മൊത്തം കരയിപ്പിച്ച ഒരു മകനായിട്ട് ഈ ലോകത്ത് ജനിച്ചതിന് നിനക്ക് ദൈവം ഇത്രയധികം ഭാഗ്യം ചെയ്ത മകനായിട്ട് നീ ജനിച്ചതിന് ഞങ്ങളെല്ലാവരും നിനക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീര് നിനക്കായിട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളമെന്ന നാട്ടിലെ എല്ലാ മക്കളും നിന്നെ സ്നേഹിക്കുന്നവരാണ്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. എവിടെയായിരുന്നാലും സന്തോഷത്തോടെ നീ മടങ്ങി വരിക. എല്ലാവരും നിന്നെ കാണാൻ കാത്തിരിക്കുകയാണ്. അത്രത്തോളം സ്നേഹമാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നിന്നോടുള്ളത്. നീ വരാതിരിക്കില്ല. എല്ലാവരും പ്രതീക്ഷയോടെ നീ ജീവനോടെ എല്ലാവരുടെ മനസ്സിനകത്തുകൊണ്ട്